വണ്ടിയുടെ ചോന കയറ്റി വണ്ടി ചോന കയറ്റി സാറിന്റെ സിഗ്നൽ കൊടുക്ക്. तो मैंने अध्यक्ष जी से कहा कि कल यहाँ पर कांग्रेस का भी नॉमिनेशन भरा गया, उसमें मुस्लिम लीग का फ्लैग मिसिंग था, है ना? वो इसलिए मिसिंग था क्योंकि जब वो नॉर्थ इंडिया में आएंगे चुनाव लड़ने तब वो कहेंगे कि मैं राम भगवान में मानता हूँ, तो मंदिर बनने जाएंगे। अगर राहुल गांधी वायनाड में
श्री राम बोलकर दिखाए, दूध का दूध पानी का पानी यही हो जाएगा। लेकिन यहाँ पर भगवान का नाम नहीं लेंगे, सनातन को अभिशापित करने का प्रयास करेंगे, सनातन धर्म के खिलाफ टिप्पणी करेंगे, मुस्लिम लीग और एसडीपीआई का समर्थन लेंगे। राहुल गांधी के समर्थन क्या जय घोष किया राहुल गांधी ने कि भारत तेरे टुकड़े होंगे, लेकिन हम माँ भारती के सपूत डंके की चोट पर कहेंगे कि जब तक हम जिंदा हैं तब तक माँ भारती का बाल तक बाका नहीं हो पाएगा, क्योंकि ये वंदन की भूमि है, अभिनंदन की भूमि है। इसकी नदी नदी हमारे लिए गंगा है, इसका कंकड़ कंकड़ हमारे लिए शंकर है। हम जिएंगे तो भारत माँ के लिए, मरेंगे तो भारत माँ के लिए, और मरने के बाद गंगा जल में बहती हमारी अस्थियों को कोई अगर कान लगाकर सुनेगा
ബഹുമാന്യരായ ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ MT രമേശ് ജി ഈ കൂടത്തായി എത്തിച്ചേർന്നിരിക്കുന്നു. സമയം വളരെ വൈകിട്ടാണ് എത്തിച്ചേരാൻ സാധിച്ചത്. അദ്ദേഹത്തെ ആരാധന ചെയ്യുന്നതിനു വേണ്ടി എല്ലാ പ്രവർത്തകരും മുന്നോട്ട് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം പേര് വിളിക്കുന്ന എല്ലാ ആളുകളും സ്റ്റേജിന്റെ മുമ്പിലേക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു. ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി വിജയൻ 48 ബൂത്ത് കെ ബാലൻ 49 അനീഷ് കർഷക മോർച്ചയ്ക്ക് വേണ്ടി ബാബു കോക്കോട്ടിൽ 50 ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി വിനോദ് കായക്കൊണ്ടൻ കർഷക മോർച്ചയുടെ ഏരിയ പ്രസിഡന്റ് ബാബു പഴക്കുല കൊടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവരും കൈയടിക്കണേ. യുവമോർച്ചയ്ക്ക് വേണ്ടി ഷാജീവ് BMS റെയിൽവേസ് യൂണിയന് വേണ്ടി സുനിൽകുമാർ ബൂത്ത് 44 ഗംഗാധരൻ നായർ ബൂത്ത് 45 രാജേഷ് ഖട്ടിക്കാവ് ബൂത്ത് 58 ശിവരാജൻ മുടൂർ OBC മോർച്ചയ്ക്ക് വേണ്ടി പ്രതീഷ് ബാലൻ SC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ. ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ MT രമേശ് ജി നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനായ ജനാധിപത്യ വിശ്വാസികളെ വോട്ടുമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. 18ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിൽ 26-ാം തീയതി നടക്കുകയാണ്. 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഈ പ്രദേശത്ത് വന്നത്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയുമെല്ലാം നേരത്തെ പ്രസംഗത്തിൽ നേതാക്കന്മാരെല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം മാത്രമേ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ. ഈ പ്രാവശ്യം നിങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കും മുമ്പ് തീരുമാനമെടുക്കും മുമ്പ് ഒരാവൃത്തി ആലോചിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി നാം രണ്ട് മുന്നണികളെ മാറി പരീക്ഷിക്കുന്നു. ഏറെ വർഷക്കാലം ഈ പാർലമെന്റ് മണ്ഡലം
LDFിന്റെ കീഴിലായിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് 1.5 പതിറ്റാണ്ടുകാലമായി UDFിന്റെ കീഴിൽ. ഈ രണ്ട് മുന്നണികളെയും മാറി മാറി ജയിപ്പിച്ചിട്ട് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് ആലോചിച്ചുകൊണ്ട് വേണം നാം തീരുമാനമെടുക്കാൻ. കോഴിക്കോട് ഇപ്പോൾ കുറെ മാറ്റങ്ങൾ നാം കാണുന്നുണ്ട്. ആ മാറ്റത്തിന് പിറകിൽ ശ്രീ നരേന്ദ്രമോദിയുടെ കയ്യൊപ്പാടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഗുണഫലം നമുക്ക് ലഭിച്ചു എന്നതിനപ്പുറത്ത് നാം ജയിപ്പിച്ചയച്ചിട്ടുള്ള ജനപ്രതിനിധികൾ എന്ത് വികസനം കോഴിക്കോടേക്ക് കൊണ്ടുവന്നു എന്നൊരായിരം വട്ടം ആലോചിച്ചതിന് ശേഷമാണ് നാം നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. രാജ്യമെമ്പാടും ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം നീങ്ങുകയാണ്. നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങൾ, രാജ്യത്തിലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, സമൂഹത്തിലെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും തൊഴിലാളികളെയും കർഷകരെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അതിനെയാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ മോഡിയുടെ ഗ്യാരണ്ടിയായി വിശേഷിപ്പിക്കുന്നത്. മോഡിയുടെ ഗ്യാരണ്ടി വിശ്വാസത്തിന്റെ ഗ്യാരണ്ടിയാണ്. മോഡിയുടെ ഗ്യാരണ്ടി കർഷകർക്കുണ്ട്, മോഡിയുടെ ഗ്യാരണ്ടി തൊഴിലാളികൾക്കുണ്ട്, മോഡിയുടെ ഗ്യാരണ്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കുമുണ്ട്, വിദ്യാർത്ഥികൾക്കുണ്ട്, ചെറുപ്പക്കാർക്കുണ്ട്, പ്രായമായിട്ടുള്ളവർക്കുണ്ട്. അപ്പൊ എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി മുമ്പോട്ട് വെക്കുന്നത്. ആ ഗ്യാരണ്ടി നമുക്കും ഉണ്ടാവണം, കോഴിക്കോടിനും ഉണ്ടാകണം. അതുകൊണ്ട് തീരുമാനമെടുക്കും മുമ്പ് 1000 വട്ടം സ്നേഹിതരെ നാം ആലോചിക്കണം. നമ്മുടെ തീരുമാനം ഇനിയും തെറ്റിപ്പോകാൻ വേണ്ടി പാടില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് മോഡിയോടൊപ്പമാണ്, നരേന്ദ്രമോദിയുടെ വികസനത്തോടൊപ്പമാണ്. ഒരു പുതിയ കോഴിക്കോട് സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരയിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് അഗൈതമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം.